ഹലോ എവരിവൺ, സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി ഇൻട്രാഡേ ഇക്വിറ്റി മനസ്സിലാക്കി, അത് ചെയ്യാൻ പഠിച്ചു. ഷോർട്ട് ടേം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഇത് മനസ്സിലാക്കി ചെയ്യാൻ പഠിച്ചു. അത് ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പ്ലേലിസ്റ്റിൽ എടുത്തു നോക്കിയാൽ അവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസ് ഉണ്ടാവും. അവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻട്രാഡേ സ്വിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻസ് ആണ്. ഏതൊരാളുടെയും ട്രേഡിംഗ് കുറച്ചു കാലമെങ്കിലും ആയിട്ട് ചെയ്യുന്ന ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ് ഈ ഓപ്ഷൻസ് ചെയ്യുക, ഇതിൽ പ്രോഫിറ്റബിൾ ആവുക എന്ന് പറയുന്നത്. ചിലര് കുറെ കാലം പരിശ്രമിച്ചിട്ട് വിട്ടുപോയിട്ടുണ്ടാവും, അവർ നിർത്തി പോയിട്ടുണ്ടാവും, ഒരുപാട് ലോസസ് ബുക്ക് ചെയ്തിട്ട് നിർത്തി പോയിട്ടുണ്ടാവും. അത്രയധികം പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസും വരാനുള്ള സാധ്യത ഓപ്ഷൻസിൽ വളരെ കൂടുതലാണ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏതൊരു അസറ്റിലും കയറി ഇൻട്രാഡേ ഇപ്പോൾ നമ്മൾ ബൈയും സെല്ലും ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ നമ്മളത് ബൈയും സെല്ലും ചെയ്യുന്നത് പോലെ അല്ല ഓപ്ഷൻസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും FNO എന്നുള്ളത്, അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. പറയുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് പറയുമെങ്കിലും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് രണ്ടും എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറയും. അതായത് ഒരു അസറ്റിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ കോൺട്രാക്റ്റുകളാണ്. ആ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഇതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല. ഇത് ഒരു അണ്ടർലൈങ് അസറ്റ്, ഒരു അസറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺട്രാക്റ്റുകൾ വർക്ക് ആവുന്നത്. ഈ കോൺട്രാക്റ്റുകളാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 6 ഇൻഡെക്സുകളിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുക. ഇൻഡെക്സുകൾ എടുക്കുമ്പോൾ 6 ഇൻഡെക്സുകളിലാണ് ചെയ്യാൻ പറ്റുക. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് എക്സ്, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ്പ് എന്നീ 6 ഇൻഡെക്സുകളിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരുപാട് സ്റ്റോക്കുകളിലും ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെയൊക്കെ ഈ റിലയൻസ്, HDFC, ടാറ്റ മോട്ടോഴ്സ്, SBI, NBPCL ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ ഉണ്ടല്ലോ, ഇതിലെല്ലാം ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു അണ്ടർലൈങ് അസറ്റിന്റെ ബേസിസിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ കോൺട്രാക്റ്റുകളാണ്. ഈ കോൺട്രാക്റ്റുകൾക്കെല്ലാം എക്സ്പയറീസും ഉണ്ട്. അത് മന്ത്ലി എക്സ്പയറിയും ഉണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി എക്സ്പയറിയും ഉണ്ടാവും. സ്റ്റോക്കുകളൊക്കെ ആണെങ്കിലും മന്ത്ലി എക്സ്പയറി ആണ്. ഒരു മാസത്തിൽ അത് ഒരു ദിവസത്തിൽ അത് എക്സ്പയർ ആയി പോകും. അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിലും ഒരു മാസത്തില് ഒരു ദിവസം അത് എക്സ്പയർ ആയി പോകും. നിഫ്റ്റി വീക്ക്ലി എക്സ്പയറിയിലാണ് പ്രവർത്തിക്കുക. അതായത് ഓരോ വ്യാഴാഴ്ചയും നിഫ്റ്റിയുടെ കോൺട്രാക്റ്റുകൾ എക്സ്പയർ ആവും. ഓപ്ഷൻസിനെ എത്ര സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുമോ അത്രയും സിമ്പിളാക്കി പറഞ്ഞു തരാം. ഏതൊരാൾക്കും 1-2 മാസം ഒന്ന് എഫേർട്ട് ഇടുകയാണെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, എന്നാൽ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യണം, മനസ്സിലാക്കി ചെയ്യണം, അത്രമാത്രം. മനസ്സിലാക്കി ചെയ്താൽ ഇതൊരു ഗോൾഡ് മൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം നഷ്ടം വരും. നമ്മൾ ഇട്ട പൈസ കംപ്ലീറ്റ് പോകാൻ നിമിഷങ്ങൾ മതി. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വളരെ കുറച്ച് വീഡിയോസുകളിലായിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പൊ ഇതില് ഫസ്റ്റ് തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, ഓപ്ഷൻസ് ട്രേഡിംഗ് ഞാൻ പറഞ്ഞു, ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. അതിൽ 2 ഡെറിവേറ്റീവ്സ് ആണ് ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും എന്ന് പറയുന്നത്. ഫ്യൂച്ചേഴ്സ് ഞാൻ പേഴ്സണലി ചെയ്യാറില്ല, ഞാൻ ഓപ്ഷൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിലും ഓപ്ഷൻ ബൈയിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഓപ്ഷൻ ബൈയിങ് ഉണ്ട്, ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ മുന്നോട്ട് പറയാം. അപ്പൊ ഇതില് നിഫ്റ്റി ഒരു ഇൻഡെക്സ് ആണ്. നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഒരു ഇൻഡെക്സ് ആണ്. ഞാൻ പറഞ്ഞു 6 ഇൻഡെക്സുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്, ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. കമ്മോഡിറ്റിയിലും നമുക്ക് ഓപ്ഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പോ ഈ നിഫ്റ്റി എന്ന ഇൻഡെക്സില് എല്ലാ വീക്കിലും എക്സ്പയർ ആവുന്ന ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. എല്ലാ വ്യാഴാഴ്ചയും എക്സ്പയർ ആവുന്ന ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. ഈ കോൺട്രാക്റ്റുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. നിഫ്റ്റി എന്ന ഇൻഡെക്സിനെ അടിസ്ഥാനപ്പെടുത്തി മൂവ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക.
അപ്പോൾ ഈ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഓപ്ഷൻ സെല്ലിങ്, പിന്നൊന്ന് ഓപ്ഷൻ ബൈയിങ്. ഓപ്ഷൻ സെല്ലിങ് എന്ന് പറയുമ്പോൾ പ്രൈസ്, നിഫ്റ്റിയുടെ പ്രൈസ്, നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെങ്കിലും ഇവര് സെല്ലാണ് ചെയ്യുക, നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിലും ഇവര് സെല്ലാണ് ചെയ്യുക. ഓപ്ഷൻ ബയ്യർ ഇതിൽ നിന്നും നേരെ ഓപ്പോസിറ്റ്. ഞാൻ പേഴ്സണലി ഓപ്ഷൻ ബയ്യർ ആണ്. ഓപ്ഷൻ ബൈയിങ് ആണ് എനിക്ക് കൂടുതൽ ചെയ്യാൻ താല്പര്യവും. കാരണം ഓപ്ഷൻ സെല്ലിങ്ങിന് ഒരുപാട് ക്യാപിറ്റൽ വേണം, എന്നാൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അതുപോലെ ഓപ്ഷൻ ബൈയിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ കുറച്ച് മതി, പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പേഴ്സണലി ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ പഠിക്കുന്നതും ഓപ്ഷൻ ബൈയിങ് ആണ്. ഓപ്ഷൻ സെല്ലിങ് നമ്മൾ ജസ്റ്റ്, ഞാൻ ഓപ്ഷൻ സെല്ലിങ് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തരും എന്നല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ഒരിക്കലും ഓപ്ഷൻ സെല്ലിങ് മാസ്റ്റർ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിലും അർത്ഥമില്ല. ഓപ്ഷൻ ബൈയിങ് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഈ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോഴും ഓപ്ഷൻ സെല് ചെയ്യുമ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ബയറിന്റെ പേഴ്സ്പെക്റ്റീവ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ്, നിഫ്റ്റിയുടെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ സിഇ, ഈ സിഇന്നായിരിക്കും നമുക്ക് ഉണ്ടാവുക കോൾ ഓപ്ഷൻ അഥവാ കോൾ യൂറോപ്യൻ. ഈ സിഇയുടെ ഫുൾ ഫോം കോൾ യൂറോപ്യൻ എന്നാണ്. അപ്പൊ ഈ കോൾ ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ബൈ ചെയ്യുക. അസറ്റിന്റെ, അത് നിഫ്റ്റി ആവണമെന്നില്ല, ഇപ്പൊ ഏത് ഇൻഡെക്സ് ആണെങ്കിലും സ്റ്റോക്ക് ആണെങ്കിലും അതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അതേസമയം ആ അസറ്റിന്റെ പ്രൈസ് താഴോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ അഥവാ പുട്ട് യൂറോപ്യൻ ബൈ ചെയ്യും. ഓക്കെ, പ്രൈസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങും, പ്രൈസ് താഴോട്ടാണെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങും. നമ്മൾ ആദ്യം വാങ്ങും എന്നിട്ട് വിൽക്കും. ഓപ്ഷൻ സെല്ലിംഗ് ആണെങ്കിലോ നേരെ ഇതിന് ഓപ്പോസിറ്റ്. പ്രൈസ് മുകളിലോട്ട് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും അവര്. ഓക്കെ, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. പ്രൈസ് മുകളിലോട്ട് പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സ് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. പ്രൈസ് താഴോട്ട് വരുന്നു തോന്നിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും. ഇതാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചെയ്യുക. പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ യൂറോപ്യൻ താഴോട്ട് വരും, കോൾ ഓപ്ഷൻ താഴോട്ട് ഇറങ്ങി വരും. പ്രൈസ് മുകളിലോട്ട് പോകുമ്പോഴാണ് കോൾ ഓപ്ഷൻ മുകളിലോട്ട് പോവുക. അപ്പോൾ കോൾ ഓപ്ഷൻ താഴോട്ട് വരുന്നത് എപ്പോഴായിരിക്കും? പ്രൈസ് താഴോട്ട് പോകുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ഇങ്ങനെയാണ് ചെയ്യുക. താഴോട്ട് വരുമ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും, മുകളിലോട്ട് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. ഓപ്ഷൻ ബൈയേഴ്സ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, പ്രൈസ് താഴോട്ട് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഇങ്ങനെയാണ് ഓപ്ഷൻ ബൈയേഴ്സിന്റെ പെർസ്പെക്റ്റീവിന് ചിന്തിക്കുന്ന സമയത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ വീഡിയോ വളരെ ഷോർട്ടാക്കി ചെയ്തു പോവാം എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് എന്നാൽ ഒരു 3-4 വീഡിയോസിൽ നമുക്ക് ഈ ഓപ്ഷൻസിന്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത്രയും സിമ്പിൾ ആണ്. അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളിപ്പോ കുറേ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അതില് കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതിൽ ഓപ്ഷൻ ചെയിനൊക്കെ എടുത്ത് അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ഒരു ബിഗിനർ കയറി അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആകെ ഭ്രാന്ത് പിടിക്കും. ശരിയല്ലേ? നമുക്ക് അതിന്റെ ഒന്നും ആവശ്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു ഓപ്ഷൻ ബൈയിങ് ചെയ്യണമെങ്കിൽ ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ അതിനപ്പുറത്ത് മാർക്കറ്റിലൊന്നും തന്നെ സംഭവിക്കില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് പുതിയൊരു കണ്ടന്റ് ആയിട്ട് വീണ്ടും കാണാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ സംശയം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അവിടുന്ന് ക്ലിയർ ആക്കി പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. See you on next video.